ഹലോ ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ നമ്മൾ NDPS-ഉമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് ഇപ്പോൾ എടുക്കാനായിട്ട് പോകുന്നത്. അതായത് ഇനി വരാനിരിക്കുന്ന CPO, WCPO, IRB പരീക്ഷകളിൽ 2 മാർക്കിനുള്ള ടോപ്പിക്കാണ് NDPS എന്ന് പറയുമ്പോൾ. അപ്പോൾ NDPS-ഉമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സെക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ടോ ആ നിയമം മാത്രം, ആ സെക്ഷൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ക്ലാസ്സിൽ മാക്സിമം ഡീറ്റെയിൽ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആരും സ്കിപ്പ് ചെയ്യാതെ ക്ലാസ് മുഴുവനായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ NDPS ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിൽ പറഞ്ഞിരിക്കുന്ന സിലബസിൽ തന്നെയുള്ള എല്ലാ സെക്ഷൻസും നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് എല്ലാ നിയമത്തിൻ്റെയും ഒരു പ്രാരംഭിക എന്ന് പറയുന്നത് എന്താണ്, സെക്ഷൻ 1 ആണ്. എന്താണ്? ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻസ്മെൻറ്റ്. അതായത് ഇതിൻ്റെ ചുരുക്കപ്പേര്, വ്യാപ്തി എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം NDPS, ആദ്യമേ ഞാൻ ചോദിക്കട്ടെ, എന്താണ് NDPS എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്താണ്? നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് ഓഫ് 1985 എന്നാണ് ഈ ഒരു നിയമത്തിൻ്റെ ഒരു യഥാർത്ഥ പേരെന്ന് പറയുമ്പോൾ. നിങ്ങൾ തള്ളിക്കളയേണ്ട, ചിലപ്പോൾ എങ്ങാനും PSC തിരിച്ചു മറിച്ചൊക്കെ ആയിട്ട് ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് തെറ്റിപ്പോരുത്. എന്താണ്? നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് ഓഫ് 1985 എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ നമ്മൾ നോക്കിയതുപോലെ സെക്ഷൻ 1 എന്താണ് പറയുന്നത്? ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻസ്മെൻറ്റ്. ഇത് എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം പറയാം. ഇന്ത്യ രാജ്യം മുഴുക്കെ നമ്മൾ ആദ്യം ഏതൊരു നിയമം, പോക്സോ എടുത്താലും, BNS എടുത്താലും, BSA എടുത്താലും, BNSS എടുത്താലും, IT ആക്ട് എടുത്താലും, കേരള പോലീസ് ആക്ട് പറയുന്നില്ല, അത് കേരള സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഏത് നിയമം എടുത്താലും നമുക്കറിയാം അതിൻ്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവനാണ്. പക്ഷേ പണ്ടെന്ന് പറയുമ്പോൾ എന്താണ്, IPC-ലൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ജമ്മു കാശ്മീർ ഒഴികെ എന്നാണ്. എന്തുകൊണ്ടാണ്? അന്ന് ജമ്മു കാശ്മീർ ഇപ്പോൾ ജമ്മു കാശ്മീർ കൊണ്ട് ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയായിരുന്നു പണ്ടത്തെ ഒരു പിന്നെ നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ 1-ാം സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന. പക്ഷേ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ഇത് വ്യാപകമാണ്. മാത്രമല്ല ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ഇന്ത്യക്കാർക്കും ഇത് ബാധകമാണ്. ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ഇന്ത്യക്കാരെന്ന് പറയുമ്പം അവർ ഇന്ത്യൻ വംശജരും ഇന്ത്യൻ സിറ്റിസൺസുമായിരിക്കും. പക്ഷേ ജോലി ചെയ്യുന്നതും താമസിക്കുന്നതും വേറൊരു രാജ്യത്തായിരിക്കും. കുറച്ചുകൂടെ ഈസി ആയിട്ട് പറഞ്ഞുതരാം. ഒരു വിദ്യാർത്ഥി, ഒരു വ്യക്തി ഒരു സ്റ്റുഡൻറ് വിസ എടുത്തുകൊണ്ട് കാനഡയിൽ പഠിക്കാൻ പോയി എന്ന് വിചാരിക്കുക. അവൻ്റെ ഇന്ത്യൻ പൗരത്വം ഇവിടെ നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്താണ്? അവൻ്റെ ആൻസിസ്റ്റേഴ്സും എല്ലാ ആൾക്കാരും ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അവൻ്റെ സ്വത്ത് വകകളും എവിടെയുണ്ട്? ഇന്ത്യയിലുണ്ട്, അല്ലേ? അപ്പോൾ അവൻ അവിടെ പഠിക്കാനായ ഒരു ആവശ്യത്തിന് മാത്രമാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അവൻ്റെ പൗരത്വം നഷ്ടപ്പെടുന്നില്ല. അവൻ അവിടെ വെച്ച് NDPS-ഉമായിട്ട് ബന്ധപ്പെട്ട് കൊക്കൈന് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ക്രോക്കോഡൈൽ പോലത്തെ മാരകമായിട്ടുള്ള എന്ത് യൂസ് ചെയ്തു, ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് അവിടെ പിടിക്കപ്പെട്ടു എന്ന് വിചാരിക്കാം. അങ്ങനെ പിടിക്കപ്പെട്ടാലും, അല്ലെങ്കിൽ അത്തരം ഡ്രഗ്സ് ഉപയോഗിച്ചത് അവിടെ നിന്ന് വീണ്ടും ഇവിടെ വന്ന് ഉപയോഗിച്ചാൽ പോലും എന്താണ്, അത് കേസെടുക്കാൻ സാധിക്കും. NDPS എന്ന് പറയുന്ന നിയമം ആ വ്യക്തിക്കും ബാധകമായിരിക്കും. അവൻ ഏത് രാജ്യത്ത് പോയാലും ആ ഒരു രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിക്കാത്ത പക്ഷം, പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആ വ്യക്തി മറ്റൊരു രാജ്യത്തിൻ്റെതാണ്. ഇന്ത്യൻ വംശജൻ എന്ന് പറയാനേ സാധിക്കുകയുള്ളൂ. അയാളുടെ ആൻസിസ്റ്റേഴ്സൊക്കെ ഇന്ത്യയിലുണ്ട്, പക്ഷേ അയാൾ മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അയാളുടെ കുടുംബവും ബാക്കി വേരുകളും ഇവിടെ തന്നെ ആയിരിക്കും, ഈ പറഞ്ഞ രാജ്യത്ത് തന്നെ ആയിരിക്കും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പിന്നെ കൂടാതെ ഇത് ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു പോർഷനാണെന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് പറയുമ്പോൾ, കൂടാതെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കപ്പലുകൾ, വിമാനങ്ങൾ എന്നിവയിലെ ലഹരി ഉപയോഗം, കടത്തും ഒക്കെ കണ്ടെത്തിയാലും കപ്പൽ മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തിയിലാണെങ്കിലും കപ്പൽ, വിമാനം, മറ്റു വാഹനങ്ങൾ എന്നിവ പിടിച്ചെടുക്കാം. ഉദാഹരണത്തിന് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഒരു കപ്പൽ, ഓക്കെ, ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട കപ്പലാണ്, അതിൽ ഇന്ത്യക്കാരായിട്ട് ആരും ഇല്ല എന്ന് തന്നെ വിചാരിക്കുക, വിദേശികൾ അത് കൊണ്ടുപോവുകയാണ്. ഓക്കെ, ഈ പറയുന്ന കപ്പൽ ശ്രീലങ്ക, അറിയാലോ, ഇന്ത്യൻ പിന്നെ നമ്മുടെ കടലതിർത്തി അല്ലെങ്കിൽ സമുദ്രാതിർത്തിക്ക് അപ്പുറമാണ് ശ്രീലങ്ക എന്ന് പറയുമ്പോൾ. ഈ ശ്രീലങ്കയിൽ വെച്ച് ഈ കപ്പൽ പിടിച്ചെടുക്കുകയാണ്. കപ്പൽ പിടിച്ചെടുത്താൽ പോലും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കപ്പലായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ NDPS നമുക്ക് ചുമത്താൻ സാധിക്കും. അവിടെ ഈ പറയുന്ന പോലെ മയക്കുമരുന്നുകൾ, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്, നർക്കോട്ടിക്സ് ഉണ്ട്, സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഉള്ളിലെ ഇത്തരം വികാരങ്ങളെ ഭ്രാന്തമായിട്ട്, ലഹരിയുടെ സഹായത്തോടു കൂടി ഭ്രാന്തമായ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് കൊണ്ടുപോകുന്നത് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് എനിക്കിവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ എന്താണ്? ഒന്നാമത്തെ കാര്യം പറഞ്ഞു, ഈ നിയമം ഇന്ത്യ രാജ്യം മുഴുവൻ ബാധകമാണെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും
കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഇത് ബാധകമാണ്. ഓക്കെ, അടുത്ത് ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ഇന്ത്യക്കാർക്ക് ഇത് ബാധകമാണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ ജീവിക്കുന്നതോ ഇന്ത്യയുടെ പുറത്തുള്ള അതിർത്തിക്ക് ജീവിക്കുന്നതോ ഇന്ത്യക്കാരായ വ്യക്തികൾക്ക്, അല്ലാതെ ഒരു അമേരിക്കൻ സിറ്റിസൺ എന്ന് വെച്ചാൽ അവിടുത്തെ ജനിച്ച് വളർന്ന അവിടെ ആൻസിസ്റ്റേഴ്സ് ഉള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് അയാൾ കഞ്ചാവ് വലിച്ചു മേടിക്കുമ്പോൾ നിങ്ങൾ NDPS ആക്ട് പ്രകാരം നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താവും? അത് അവിടെ ബാധകമല്ല. പക്ഷെ അതേസമയം നമ്മുടെ ഇന്ത്യൻ വംശജനായ വ്യക്തി അല്ലെങ്കിൽ ഇന്ത്യയിൽ പൗരത്വമുള്ളൊരു വ്യക്തി ഈ പറഞ്ഞ പോലെ കാനഡയിലോ അമേരിക്കയിലോ ഒന്ന് അവിടെ ചിലപ്പോൾ നിയമം അനുവദിച്ചു കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അവിടെ നിന്ന് കഞ്ചാവ് വലിക്കുന്നതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി, അല്ലെങ്കിൽ അവരത് യൂസ് ചെയ്തു എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ നമുക്ക് കേസെടുക്കാൻ പറ്റും. അവർ പറഞ്ഞു ഇല്ല ഞാൻ ഇന്ത്യയിൽ വെച്ചല്ലല്ലോ ചെയ്തത്. അല്ല, ഇന്ത്യക്കാരനാണെങ്കിൽ അത് ബാധകമാണ്. മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത അതാണ്. അവൻ ഇന്ത്യക്കാരനാണെന്നും ഇന്ത്യൻ പൗരനാണെന്നും തെളിഞ്ഞു കഴിഞ്ഞാൽ, അവൻ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവൻ അതിന് ബാധകമാണ്. കാരണം ഈ ഒരു സബ്ജക്റ്റ് ഇപ്പോൾ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയാം. ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ലഹരി വേട്ടകൾ നടക്കുന്ന ഒരു കാലഘട്ടത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ ഈ നിയമം വളരെ കാലിക പ്രസക്തിയുള്ള ഒരു നിയമമാണ്, NDPS ആക്ട് എന്ന് പറയുമ്പോൾ. അത്തരമൊരു നിയമം തന്നെ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശ്യത്തോടു കൂടിയാണ് ഈ ഒരു നിയമമായിട്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ശരി, അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് കപ്പലുകൾ, വിമാനം. ഇപ്പോൾ വിമാനം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത വിമാനമാണ്, പക്ഷേ അത് ഫിൻലൻഡിൽ വെച്ചാണ് ഇത്തരത്തിലൊരു സംഭവം പിടികൂടുന്നതെന്ന് വിചാരിക്കുക. ആ വിമാനത്തിനെതിരെ കേസെടുക്കാം. കാരണം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു വിമാനമാണത്. അപ്പോൾ കേസെടുക്കാൻ സാധിക്കും. അതിനകത്തുള്ള ആളുകൾക്കെതിരെയും കേസെടുക്കാൻ സാധിക്കും. കാരണം അവരിയ്ക്കുന്നത് എന്താണ്? ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത വിമാനത്തിലാണെന്നുള്ളതിലാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് കണക്കാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടുത്ത വകുപ്പിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്ന അടുത്ത വകുപ്പാണ് സെക്ഷൻ 25. NDPS ആക്ട് സെക്ഷൻ 25 പ്രകാരം കൈവശമുള്ള സ്ഥലം, ഓക്കെ, അതായത് ഒരു വ്യക്തിയുടെ പൊസഷനിലുള്ള സ്ഥലം, വ്യക്തിയുടെ കൈവശമുള്ള സ്ഥലം മയക്കുമരുന്ന് സംഭരിക്കാനോ മറ്റോ വിട്ടുകൊടുത്താലുള്ള ശിക്ഷ. അതായത് സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പറമ്പായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വീടായിരിക്കും. ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? ഒരു മുറിയായിരിക്കും എന്ന് വിചാരിക്കും. അല്ല, പക്ഷെ ഇവിടെ എന്തൊക്കെയാണ് ഈ പറഞ്ഞ പോലെ സ്ഥലം എന്നതിനകത്ത് വരുന്നു? സ്ഥലം എന്നതിൻ്റെ നിർവചനം എന്താണ്? അല്ലെങ്കിൽ ഒരിടം, നമുക്കതിനെ സ്പേസ് എന്ന് വിളിക്കാം. ശൂന്യാകാശമല്ല, സ്പേസ് എന്ന് വിളിക്കാം, അല്ലേ? അതായത് ഇപ്പോൾ സീറ്റ് ഫോർ എക്സാമ്പിൾ, ആർ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ വൈ എന്ന് പറയുന്ന വ്യക്തി മയക്കുമരുന്ന് സൂക്ഷിച്ചിരിക്കുന്നു. ഓക്കെ, മയക്കുമരുന്ന് സൂക്ഷിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആർ എന്ന് പറയുന്ന വ്യക്തിയുടെ അറിവോട് കൂടിയാണ് വൈ എന്ന് പറയുന്ന വ്യക്തി ആർ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ മയക്കുമരുന്ന് വെച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്നു? പോലീസ് വയ്യെ മാത്രമല്ല ആറിനെയും അറസ്റ്റ് ചെയ്യും, മയക്കുമരുന്ന് സംഭരിക്കാൻ ഇടം കൊടുത്തതിന്റെ പേരിൽ. അതാണ് ഈ വകുപ്പ് എന്ന് പറയുമ്പോൾ. ഇനി നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത് എന്തൊക്കെയാണ് ഇവിടെ സ്ഥലം അല്ലെങ്കിൽ സ്പേസ് എന്നതിന്റെ നിർവചനം നമുക്ക് അറിഞ്ഞേ പറ്റൂ. വീട് നിങ്ങൾക്ക് ഏവർക്കും അറിയാം, വീട് ഒരു സ്പേസ് ആണ്. പിന്നെ സ്ഥലം, അത് പറമ്പായിക്കോട്ടെ, പറമ്പിൻ്റെ ഒരു മൂലയായിക്കോട്ടെ, ഒരു മരമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. മുറി, എന്ത് മുറിയോ ആയിക്കോട്ടെ. ചിലപ്പോൾ ഒരാളുടെ പൊസഷനിലുള്ള ലോഡ്ജ് ആയിരിക്കാം, ലോഡ്ജ് മുറിയായിരിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരാളുടെ വീട്ടിൻ്റെ എറയോ എന്നൊക്കെ നമ്മൾ തിരുവനന്തപുരത്തുകാർ പറയും. അതായത് എറയം എന്ന് പറയുമ്പോൾ ഫ്രണ്ട്, മുൻവശം, ഫെസൈഡ് എന്നൊക്കെ പറയാം. ഫെസൈഡുമായിട്ട് ചേർന്നിരിക്കുന്ന ചെറിയൊരു മുറിയായിക്കോട്ടെ, ഒരു എരുത്തിലായിക്കോട്ടെ. എരുത്തിലെന്ന് വെച്ചാൽ എന്താണ്? എരുത്തിലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്ക് അറിയാം. എരുത്തിൽ, നിങ്ങളുടെ ഭാഗത്തൊക്കെ, ബാക്കി ജില്ലക്കാരുടെ ഭാഗത്തൊക്കെ എരുത്തിൽ എന്ന് പറഞ്ഞാൽ തൊഴുത്തെന്ന് പറയാം. തൊഴുത്തെന്ന് പറയും. നമ്മുടെ ഇങ്ങോട്ട് ഭാഗത്തൊക്കെ, തെക്ക് ഭാഗത്തൊക്കെ എരുത്തിൽ എന്ന് പറയും. പശുവിനെയും കാളകളെ എരുമകളെ കെട്ടുന്ന സ്ഥലമാണ്. അവിടെയാണെങ്കിൽ പോലും എന്തായി? അതൊരു സ്ഥലമായി മാറി. ഓക്കെ, ഇനി അടുത്തെന്താണ്? ടെന്റ്. ഇപ്പം ടെന്റ് നിങ്ങൾക്കറിയാം, മാടം, ചെറിയ മാടങ്ങൾ, ഇതെല്ലാം വരുന്നുണ്ട്. വാഹനം എന്ന് പറയുമ്പോൾ എന്താണ്? സൈക്കിള് പോലും അതിനകത്ത് പെടും എന്നുള്ളതാണ്. സൈക്കിള് പെടും, ബൈക്ക് പെടും, ഓട്ടോറിക്ഷ, ബസ്, കാറ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? ഈ പറഞ്ഞ വാഹനം എന്നതിനകത്ത് പെടും. മൃഗമാണെങ്കിലോ, പണ്ട് കാലത്ത് ഈ കഴുതയുടെ പുറത്തൊക്കെ കഞ്ചാവൊക്കെ വെച്ചുകൊണ്ട് വന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. കഴുത, കാള, ആന, ഒട്ടകം, ഇങ്ങനെയുള്ള ജന്തുക്കളുടെയൊക്കെ. അപ്പൊ ഈ നിയമം പ്രാബല്യത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ വാഹകർ എന്നുള്ള ഒരു നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിന്റെ ഓണേഴ്സിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ 1985 NDPS ആക്ട് വന്നതിന് ശേഷം ഈ പറഞ്ഞതുപോലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഇവിടെ സെക്ഷൻ 25 ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് അക്കമിട്ട് പറഞ്ഞതിന്റെ പേരിൽ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ആ വ്യക്തിയെ നമുക്ക് ഈസി ആയിട്ട് അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനിതാ സ്വന്തമോ ഒന്നുകിൽ ആ വ്യക്തിയുടെ സ്വന്തം സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ സൂക്ഷിപ്പവകാശമോ. എന്താണ്? ചിലപ്പോൾ ആ വ്യക്തി ചിലപ്പം കെയർ ടേക്കർ ആയിരിക്കാം, അല്ലേ? കെയർ ടേക്കർ ആയിരിക്കാം. ഒരു പക്ഷേ ആ വ്യക്തി കെയർ ടേക്കർ ആയിരിക്കാം. അപ്പോൾ അയാളുടെ സ്വന്തം സ്ഥലമായിക്കോട്ടെ, ഇനി അയാൾക്ക് കെയർ ടേക്കർ ആയിട്ട് നിൽക്കാൻ അവകാശമുള്ള ഒരു സ്ഥലമായിക്കോട്ടെ, എവിടെ തന്നെ ആയാലും അയാളുടെ പൊസഷനിൽ വരുന്ന സ്ഥലം എന്നേ മീനിങ് ഉള്ളൂ.
അയാളുടെ ഉടമസ്ഥത തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അതാണ് നമ്മൾ ഈ NDPS പറഞ്ഞിരിക്കുന്ന ഓരോ വരികളും എന്താണ് നമ്മൾ എടുത്തെടുത്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളിലേക്ക് അത് മാക്സിമം ആഴത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ശ്രമവും. അപ്പോൾ എല്ലാവരും കൂട്ടത്തിന് പിടിക്കുക. പിന്നെ സ്ഥലങ്ങളിൽ മൃഗങ്ങളിൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു കാളവണ്ടി ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു കാളവണ്ടിയുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തി സൂക്ഷിക്കുന്ന തൻ്റെ കൂട്ടുകാരൻ്റെ ഒരു കാളവണ്ടിയുണ്ട്. ആ കാളവണ്ടിക്കകത്ത് ബാക്കിൽ ചുമടുകളുടെ ഇടയിൽ വെച്ച് ഒരു 30 കിലോ കഞ്ചാവും കൊണ്ടുപോയി പിടിക്കപ്പെട്ടു. അപ്പോൾ പിടിക്കപ്പെടുമ്പോൾ ആരെയും കൂടെ പിടിക്കും ഇതിനകത്ത്? ഈ കാളവണ്ടിയുടെ ഉടമസ്ഥനോ സൂക്ഷിപ്പുകാരനായിട്ടുള്ള ആ വ്യക്തിയെ ഇതിനകത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ വാഹനം പറഞ്ഞു. പല കേസുകളിലും നമ്മൾ എന്താണ്, വാഹനങ്ങളിൽ വെച്ചാണ് ഈ പറഞ്ഞ മയക്കുമരുന്നുകൾ ഇത്ര കിലോഗ്രാം പോലീസ് ഓഫീസേഴ്സ് പിടിച്ചു, അല്ലെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ പിടിച്ചു എന്നൊക്കെ നമ്മൾ വാർത്തകളിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ചിലപ്പം അവൻ പറയും, സാറേ ഇത് എൻ്റെ വണ്ടിയല്ല, ഇതെൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. അപ്പൊ കൂട്ടുകാരന്റെ വണ്ടി എന്ന് പറയുമ്പോൾ അന്വേഷണം ആരിലേക്കും കൂടെ പോകും? കൂട്ടുകാരനിലേക്കും കൂടെ പോകും. കൂട്ടുകാരനിലേക്ക് പോകുമ്പോൾ ഈ വണ്ടി പിടിച്ചെടുക്കും. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇനി ഈ വണ്ടി പിടിച്ചെടുത്തു എന്ന് ഞാൻ പറഞ്ഞു, ഇതിന് അബ്കാരി ആക്ട് പ്രകാരം അബ്കാരി റവന്യൂ എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്ത് പോകും. അത് എക്സൈസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം, എന്നാലും പഠിച്ചു വെച്ചോ. അബ്കാരി റവന്യൂ എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് പോകും. ഈ അബ്കാരി റവന്യൂവിന്റെ പരിപാടി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യും, ഈ വണ്ടിക്കൊരു വിലയിടും. ആ വണ്ടിയുടെ വിലയാണ് ആ വണ്ടിയുടെ ബോണ്ട്. പിന്നെ ആ വണ്ടി ബോണ്ട് അടച്ചാലേ കിട്ടൂ. എങ്ങനെയാണ് ബോണ്ട് അടയ്ക്കേണ്ടത്? എങ്ങനെയാണ് ബോണ്ട് അടയ്ക്കുന്നത് വെച്ചാൽ, ഇപ്പൊ 10 ലക്ഷം രൂപയുടെ കാറ്, മാർക്കറ്റ് വില 10 ലക്ഷമാണ്. ഈ 10 ലക്ഷം അടച്ചിട്ടേ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റൂ. ഈ 10 ലക്ഷം അടച്ചാലേ ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. ആ വണ്ടിക്ക് എത്രയാണ്? ഇപ്പൊ 80,000 രൂപ മാരുതി കാറാണെന്ന് വിചാരിച്ചോ, മാരുതി 800 ആണെന്ന് വിചാരിച്ചോ, 80,000 രൂപ അടച്ച വണ്ടി എടുത്തുകൊണ്ട് തൽക്കാലം അത് ബോണ്ട് കെട്ടി വെച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെ കുറെ ഇതുണ്ട്. അപ്പൊ NDPS ആക്ട് എന്താണ്, പ്രത്യക്ഷമായും പരോക്ഷമായും അബ്കാരി ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പം സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് നോക്കുന്ന ആൾക്കാർ കൂടെ എന്ത് ചെയ്യാം, ഈ ഒരു സെഷൻ കാണാവുന്നതാണ്. അപ്പൊ ഈ ഒരു റിലേഷൻ കണ്ടുപിടിക്കാനുള്ള കാര്യത്തിന് വേണ്ടി. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്തത് എല്ലാത്തരം പ്രവർത്തികൾ നടന്നാൽ എന്ത് ചെയ്യാം, അത് പിടിച്ചെടുക്കാം. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അത് കൂടാതെ കുറ്റവാളിക്ക് അതേ ശിക്ഷ ലഭിക്കുന്നു, അതേ ശിക്ഷ ആർക്കും ലഭിക്കുന്നു, സ്ഥലം വിട്ടുകൊടുത്ത ആൾക്കും ലഭിക്കുന്നു. അതായത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ലഹരി മരുന്നുകളാണ് കണ്ടെടുക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അത്തരം ലഹരി മരുന്നുകളാണ് ഈ പറഞ്ഞ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ എന്താണ്, 1 വർഷത്തോളം ആകാവുന്ന കാലത്തിലേക്കുള്ള കഠിന തടവും പിന്നെ പിഴശിക്ഷയും ആണ് ഇതിന് കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും. എനിക്ക് തോന്നുന്നു 20,000 രൂപ എന്താണ് പിഴശിക്ഷ എന്ന് തോന്നുന്നത്. അപ്പം ആ പൈസ എന്ത് ചെയ്യുന്നു, ഈ ആൾക്കും കിട്ടുന്നു. ആർക്ക്? ഈ ഇടം കൊടുത്ത ആൾക്കും അല്ലെങ്കിൽ കിട്ടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പം നമ്മൾ പറഞ്ഞ സെക്ഷൻ എന്താണ്? സെക്ഷൻ 25 പറഞ്ഞ എന്താണ്? സ്ഥലം കൈവശമുള്ള ആളുടെ, അല്ലെങ്കിൽ സ്ഥലം കൈവശമുള്ള ആൾ മയക്കുമരുന്ന് സംഭരണത്തിനൊക്കെ ആയിട്ട് തൻ്റെ സ്ഥലം വിട്ടുകൊടുത്താലും എന്ത് ശിക്ഷ കിട്ടും. അപ്പം ഈ പറയുന്ന സ്ഥലമുള്ള ആൾ അയാളുടെ സ്ഥലങ്ങൾ മയക്കുമരുന്ന് പോലുള്ള ലഹരി മരുന്നുകൾ സൂക്ഷിക്കാനായിട്ട് സ്ഥലം വിട്ടുകൊടുത്താൽ എന്ത് ചെയ്യും, ആ വ്യക്തിയും കുറ്റം ചെയ്തവന്റെ അതേ ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. സെറ്റാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നേരെ ബാക്കി കാര്യങ്ങൾ നോക്കാം. എന്നാൽ ടി വ്യക്തി അറിയാതെ ഇതിനകത്തുള്ള ബാക്കി ഒഴിവാക്കലുകളാണ് കിടക്കുന്നത് കേട്ടോ. ഇതിനകത്ത് കുറച്ച് ഒബ്ജക്ഷൻസും കാര്യങ്ങളും നമുക്ക് നോക്കാം. എന്നാൽ ടി വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥലം വിട്ടുകൊടുത്ത വ്യക്തിയാണ് ഉദ്ദേശിച്ചത്. ടി വ്യക്തി, നമ്മൾ നേരത്തെ BNSSന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കുറെ വാക്കുകൾ ടി കൊണ്ട് പറഞ്ഞു. ടി എന്ന് പറഞ്ഞാൽ ദാറ്റ് പർട്ടിക്കുലർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ടി വ്യക്തി അറിയാതെയാണ് ഈ പ്രവൃത്തികൾ നടന്നതെങ്കിലും അയാളെ കുറ്റക്കാരനാക്കാൻ പറ്റില്ല. അതായത് ഈ പറയുന്ന വ്യക്തി, ഞാൻ പറഞ്ഞ R എന്ന് പറയുന്ന വ്യക്തിയുടെ അറിവോടെ അല്ലാതെ Y എന്ന് പറയുന്ന വ്യക്തി ഉത്തമ വിശ്വാസപൂർവ്വം അയാളുടെ സാധനങ്ങൾ കൊണ്ടുവച്ചു. പക്ഷെ R എന്ന് പറഞ്ഞ വ്യക്തിക്ക് അറിയില്ല അതിനകത്ത് കഞ്ചാവാണെന്നുള്ളത്. അത് R എന്ന വ്യക്തി തെളിയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും? അയാളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ സ്വമേധയെ വിട്ടുകൊടുത്താൽ മാത്രമേ ടി വ്യക്തി കുറ്റക്കാരനാവുകയുള്ളൂ. സ്വമേധയാ വിട്ടുകൊടുക്കണം, അല്ലാതെ അയാളെ ഭീഷണിപ്പെടുത്തി അയാളുടെ മകളെയോ ഭാര്യയൊക്കെ കൊല്ലുമെന്നും പറഞ്ഞിട്ട് ഈ പറയുന്ന പോലെ അയാളുടെ സ്ഥലം എടുത്തു കഴിഞ്ഞാലൊന്നും അയാളെ ശിക്ഷിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അയാൾ എന്ത് ചെയ്യണം? അത് അയാൾ കോടതിയിൽ പ്രൂവ് ചെയ്യണം. അയാളുടെ ഇന്നസെൻസ് എവിടെ പ്രൂവ് ചെയ്യണം? കോർട്ടിൽ പ്രൂവ് ചെയ്താൽ മാത്രമേ എന്തുള്ളൂ, അയാൾക്ക് ഈ ശിക്ഷയിൽ നിന്നുള്ള ഇളവുള്ളൂ, അല്ലെങ്കിൽ അയാളെ ശിക്ഷിക്കപ്പെടും. ഓക്കെ, അത് മനസ്സിലാക്കുക. നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞാലും, ഇപ്പൊ ഉദാഹരണത്തിന് എന്തൊരു കേസ് നമ്മുടെ മേലെ നിന്നാലും എന്താണ്, അപ്പം നമ്മളാണ് നമ്മുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടത്. ഓക്കെ, ശരി. അടുത്ത, കുറ്റം ചെയ്ത വ്യക്തിക്ക് കിട്ടിയ അതേ ശിക്ഷ തന്നെ ടി വ്യക്തിക്ക് ലഭിക്കുന്നു. എന്തിന് ലഭിക്കുന്നു? ഈ കുറ്റം താൻ്റെ അറിവോടുകൂടിയും സമ്മതത്തോടു കൂടിയും ചെയ്യുന്നു. ഇനി അറിവും സമ്മതം എന്ന് പറയുമ്പോൾ വേറൊരു സാധനമുണ്ട്, ഭീഷണിപ്പെടുത്തിയുള്ള അറിവും സമ്മതമുണ്ട്. ഭീഷണിപ്പെടുത്തിയുള്ള സമ്മതമല്ല എന്ന് ഓൾറെഡി നമ്മൾ BNSൽ പഠിച്ചു കഴിഞ്ഞു. പിന്നെ കൺസെന്റ് കൊടുക്കാനുള്ള ഏറ്റവും ചെറിയ പ്രായം 18 വയസ്സാണെന്ന് നമ്മൾ എന്ത് ചെയ്തു, BNSൽ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ BNSൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു മാറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്, ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് 27A എന്ന് പറയുന്ന ഒരു വകുപ്പാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതൊരു സബ്സെക്ഷൻ ആയിട്ട് ഞാൻ താഴെ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം.
അപ്പോൾ 27A പറയുന്നത് മയക്കുമരുന്നുകൾ ഉപയോഗിച്ചാലുള്ള ശിക്ഷ. അപ്പോൾ നമ്മൾ 25 എന്ത് പഠിച്ചു? സ്ഥലം വിട്ടുകൊടുത്താലുള്ള ശിക്ഷയെ പറ്റി പഠിച്ചു. സെക്ഷൻ 1 എന്തായിരുന്നു? അത് ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് കമൻസ്മെന്റ്. അതായത് ഞാൻ നിങ്ങളോടൊരു ചെറിയ കാര്യം പറഞ്ഞുതരാം. അതായത് ഞാൻ എൻ്റെ പഠനത്തിൽ സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ ആദ്യം തീർത്തത് ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ NDPS 2 മാർക്കിനേ ഉള്ളൂ. ഈ കുറച്ച് സെക്ഷൻസ് പഠിച്ചാൽ തന്നെ കിട്ടും. ഇത് വളരെ കുറച്ച് നേരത്തെ ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് കിട്ടും. പിന്നെ IT ആക്ട് നമുക്ക് ഒരുവിധം നന്നായിട്ട് കിട്ടും. പിന്നെ RTA ഒക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു കോസ്റ്റ് എഫക്റ്റീവ്, പിന്നെ നമുക്ക് വളരെ കൂടുതലാണ്. നമുക്ക് എന്താണ് കുറച്ച് പഠിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം പഠിച്ച് മാറ്റി ഈ സാധനം. ഏറ്റവും അവസാനമാണ് അന്ന് ഞങ്ങൾ ഇപ്പം ഈ കഴിഞ്ഞ 2024 നടന്ന പരീക്ഷയാണ് IPC CRPC എവിഡൻസ് ആക്ട് എന്ന് പറയുന്ന 3 നിയമങ്ങൾ വച്ചെഴുതിയ അവസാനത്തെ പരീക്ഷ. എനിക്ക് തോന്നുന്നു ആ 3 നിയമങ്ങളും അവസാനമായിട്ട് ഉപയോഗിച്ചത് ഞങ്ങൾ എഴുതിയ പരീക്ഷയിലാണ്. അതായത് 2023 നോട്ടിഫിക്കേഷനിൽ 593/2023 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനിലാണ് അവസാനമായിട്ട് ഈ 3 നിയമങ്ങൾ പിന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും അവസാനമാണ് ഞാൻ എന്ത് ചെയ്തത്? അന്നത്തെ IPCയും CRPCയും പഠിച്ചത്. കാരണം അന്ന് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. ഈ 2 സാധനവും ഞാൻ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള നിയമങ്ങളാണ് ആദ്യം പഠിച്ചു തീർത്തത്. അതിൻ്റെ ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ട് കൂടുതൽ, ഞാൻ ഇടയ്ക്ക് ഓരോ ടിപ്പും കൂടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ക്ലാസ് മുഴുവൻ കാണണമെന്ന് ഞാൻ പറയാൻ കാര്യം. അതായത് നമ്മൾ ഇടയ്ക്കിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വളരെ കുറച്ച് സമയം കൊണ്ട് എന്താണ് മാക്സിമം മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ ആദ്യം പഠിച്ചു മാറ്റുക. ആദ്യമേ BNS കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാനേ പറ്റൂ. കാരണം അതൊക്കെ നല്ല വാസ്റ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ IPCയും CRPCയേക്കാൾ ഒരുപാട് ലെങ്ത്തിലാണ് നമുക്ക് ഇത് രണ്ടും പഠിക്കാനുള്ളത്. പിന്നെ നമ്മുടെ എവിഡൻസ് ആക്ട് പറയുകയാണെങ്കിൽ ഭാരതീയ സാക്ഷി ആദി നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം കൂടുതലാണ്. അതൊക്കെ നമുക്ക് വരും സെഷൻസിൽ സംസാരിക്കാം. നമുക്ക് ഇതിനിടയിലിട്ട് കൂട്ടിക്കുഴയ്ക്കണ്ട. അപ്പോൾ നമുക്ക് 27A എന്താന്ന് നോക്കാം. മയക്കുമരുന്നുകൾ ഉപയോഗിച്ചാലുള്ള ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പാണ് ഏത്? 27A എന്ന് പറയുമ്പോഴത്തേക്കും മയക്കുമരുന്നുകൾ ഏത് ഉപയോഗിച്ചാലും അത് ശിക്ഷാർഹമാകും. ഏത് മയക്കുമരുന്നും ആയിക്കോട്ടെ, ഏത് മയക്കുമരുന്നായാലും എന്താണ് ഉപയോഗിച്ചാൽ അത് ശിക്ഷാർഹമാണ്. ഇന്നതൊന്നൊന്നുമില്ല. എന്നാലും ഇന്ത്യ ഗസറ്റിൽ ഒരു വലിയൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരുപാട് ഡ്രഗ്സിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും നമുക്ക് വളരെ മനസ്സിലാവുന്ന, പരീക്ഷകളിൽ ചോദിച്ചു കാണുന്ന ചില മയക്കുമരുന്നുകളുടെ കാര്യവും ഞാൻ ഇതിനകത്ത് പറയുന്നുള്ളൂ. നമുക്ക് നോക്കാം. കൊക്കൈൻ, മോർഫിൻ, ഡൈഅസറ്റൈൽ മോർഫിൻ പോലുള്ള സർക്കാർ വിജ്ഞാപനം വഴി പുറത്തിറക്കിയ ലഹരി മരുന്നുകൾ ഉപയോഗിച്ചാൽ എന്താണ്? 1 വർഷം വരെ ആകാവുന്ന കാലത്തിലേക്കുള്ള തടവ് ശിക്ഷയും കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20,000 രൂപ പിഴ ശിക്ഷയും നമുക്ക് കിട്ടും. ഒന്നുകൂടെ നോക്കാം. 27A എന്ന് പറയുന്ന വകുപ്പ് എന്താണ്? മയക്കുമരുന്നുകൾ ഉപയോഗിച്ചാലുള്ള ശിക്ഷ. എങ്ങനെയുള്ള മയക്കുമരുന്നുകൾ? സർക്കാർ വിജ്ഞാപനം വഴി പുറത്തിറക്കിയിട്ടുള്ള കുറച്ച് മയക്കുമരുന്നുകളുടെ ലിസ്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? കൊക്കൈൻ ഉണ്ട്, മോർഫിൻ ഉണ്ട്, ഡൈഅസറ്റൈൽ പിന്നെ മോർഫിൻ എന്ന് പറയുന്ന എന്താണ് ഡ്രഗ്സും ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1 വർഷം വരെ ആകാവുന്ന കാലത്തിലേക്കുള്ള കഠിന തടവും ഉണ്ടാകും. കൂടെ 20,000 രൂപ പിഴ ശിക്ഷയും ഉണ്ടാകും. ഇനി അത് മാത്രമല്ല 27Bയിലേക്ക് വരുമ്പോൾ എയിൽ പറയാത്ത, അതായത് 27Aയിൽ മെൻഷൻ ചെയ്യാത്ത, ഇപ്പൊ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം 27Aയിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, മെരിയുവാന എന്ന് പറയും നമ്മളതിനെ. വീടെന്ന് വെച്ചാൽ നമ്മൾ താമസിക്കുന്ന വീടല്ല, WEED എന്ന് പറയുന്ന വീടും കഞ്ചാവ് ബീഡിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട്. അപ്പൊ എയിൽ പറയാത്ത ഏതെങ്കിലും തരത്തിലെ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചാൽ 6 മാസത്തോളം ആകാവുന്ന കാലത്തിലേക്കുള്ള കഠിന തടവും കിട്ടും. 10,000 രൂപ പിഴ ശിക്ഷയും നമുക്ക് കിട്ടും. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്താണ്? നമ്മൾ നിയമങ്ങൾ പഠിക്കുന്നത് കേവലം പരീക്ഷയ്ക്ക് 20 മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് നിയമങ്ങൾ അത്രയും ഇൻട്രസ്റ്റ് ആയി പഠിച്ചാൽ മാത്രമേ ആ 20 മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. സർവീസിലോട്ട് കയറിയാൽ പോലും നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി ഇതിനകത്ത് വേറെ കാര്യം പറയാം. അതായത് ഇതിന്റെ 80 മാർക്ക് നല്ല കട്ടയ്ക്ക് പഠിച്ച് 60 മാർക്ക് വാങ്ങിച്ച് ലിസ്റ്റ് വന്ന് ഫിസിക്കൽ എടുത്ത് പോകുന്നവരുമുണ്ട്. മറ്റ് 20 മാർക്കോടെ വാങ്ങിച്ച് 60 മാർക്ക് വാങ്ങിച്ച് എടുത്തു പോകുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ എഫക്റ്റ് ഏതാണ്? സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ 60 മാർക്ക് വാങ്ങിച്ച് കയറി പോകുന്നവനാണ് ശരിക്കും ഈ ജോലിയെ സ്നേഹിച്ച് കയറി വരുന്നവനെന്ന് പറയുമ്പോൾ. അവന് നിയമങ്ങൾ അറിയണം. മറ്റേയാൾക്ക് ഒരു ജോലി എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. മറ്റേയാൾക്ക് എന്താണ്? അവന് നിയമം അറിയണം, അവന് പണി പഠിക്കണം എന്നുള്ളവൻ എന്ത് ചെയ്യും? ഈ ഞാൻ പറഞ്ഞ പോലെ 80 മാർക്കിന്റെ 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് 100 മാർക്കിന്റെ കറക്റ്റ് കോമ്പറ്റീഷൻ അവൻ അറ്റൻഡ് ചെയ്ത് 60 മാർക്കിന് മേളിൽ വാങ്ങിച്ച് 100 റാങ്കിന് മുകളിൽ വന്ന് അവൻ എന്ത് ചെയ്യും? 100 റാങ്കിനകത്ത് വന്നിട്ട് എന്ത് ചെയ്യും? അവൻ അഡ്വൈസും വാങ്ങിച്ച് അവൻ ജോലിയും വാങ്ങിച്ച് പോകും. അവൻ ഇത് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ അവൻ നല്ലൊരു പോലീസുകാരനായിട്ട് മാറുകയും ചെയ്യും. ഞാനത് പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം മറക്കരുത്. 27Aയിൽ പറയുന്ന ശിക്ഷ എന്താണ്? നമ്മൾ ശിക്ഷകൾ കട്ടയ്ക്ക് പഠിച്ചു വെക്കോ. 1 വർഷത്തോളം ആകാവുന്ന ഇത് ശിക്ഷ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇത് 2022 പരീക്ഷയിൽ കൊക്കൈൻ ഉപയോഗിച്ചാലുള്ള ശിക്ഷ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഡൈഅസറ്റൈൽ മോർഫിൻ ഉപയോഗിച്ചുള്ള ശിക്ഷയായിരിക്കും ചോദിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഈ ശിക്ഷ നമ്മൾ പഠിച്ചിരിക്കണം. എങ്ങനെയാണ് ശിക്ഷ വരുന്നത്? 1
1 വർഷത്തോളമാകാവുന്ന കാലത്തിലേക്കുള്ള കഠിന തടവും കൂടെ എത്രയാണ് 20,000 രൂപ പിഴ ശിക്ഷയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് പിടിച്ചോണം. ഇനി അടുത്ത് 27B പറയുന്ന ഒരു കാര്യം. 27B എന്താണ് പറയുന്നത്? 6 മാസത്തോളമാകാവുന്ന കാലത്തിലേക്കുള്ള തടവ് ശിക്ഷയും കൂടാതെ 10,000 രൂപ പിഴ ശിക്ഷയും കിട്ടും. 6 മാസത്തോളം ആകാവുന്ന കാലത്തിലുള്ള തടവ് ശിക്ഷയും കിട്ടും. കൂടാതെ എന്തും കിട്ടും? 10,000 രൂപ പിഴ ശിക്ഷയും കിട്ടും. മേൽപ്പറഞ്ഞ വസ്തുക്കൾ എത്ര ചെറിയ അളവിലാണെങ്കിൽ പോലും അതിനൊരു പ്രത്യേക അളവ് പറഞ്ഞിട്ടില്ല, ക്വാണ്ടിറ്റി പറഞ്ഞിട്ടില്ല. കാരണം നമ്മളിപ്പം പ്രമുഖനായ ഒരു സംവിധായകന്റെ ഫ്ളാറ്റിൽ നിന്നും പിടിച്ചെടുത്ത കഞ്ചാവിന്റെ അളവ് എത്രയാണ്? പുറത്തുവിട്ട കണക്കനുസരിച്ച് വെറും 1 ഗ്രാമാണ്. 1 ഗ്രാം ആണെങ്കിൽ പോലും, 1.5 ഗ്രാം ആണെങ്കിൽ പോലും, 7 ഗ്രാം ആണെങ്കിൽ പോലും, 8, 10, 15 ഇനി കിലോ കണക്കിനാണെങ്കിൽ പോലും, ഒരു മില്ലിമീറ്റർ ആണ് പിടിക്കുന്നത്, ഒരു മില്ലിഗ്രാം ആണ് പിടിക്കുന്നതെങ്കിൽ പോലും എന്താണ്? അത് ശിക്ഷാർഹമാണ്. ഒരു പൊടിഞ്ഞ പൊടിയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് പിടിക്കപ്പെട്ടാൽ ശിക്ഷാർഹമാണെന്ന് മനസ്സിലാക്കുക. അതാണ് 27B പറയുന്നത്. അതാണ് പറയുന്നത് എന്താണ്? 6 മാസത്തോളം ആകാവുന്ന കാലത്തിലേക്കുള്ള കഠിന തടവും കൂടാതെ എത്ര രൂപ? 10,000 രൂപയുടെ പിഴ ശിക്ഷയും കൂടെ കിട്ടും. അപ്പം മേൽപ്പറഞ്ഞ വസ്തുക്കൾ എന്താണ്? എത്ര ചെറിയ അളവിലാണെങ്കിലും എന്ത് ചെയ്യും? അവിടെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ശരി, അടുത്ത് 28ാമത്തെ വകുപ്പ് പറയുന്നു, കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലുള്ള ശിക്ഷ. നമ്മൾ 27 കുറ്റം ചെയ്താലുള്ള ശിക്ഷയെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അതുപോലെ കുറ്റകരമാണ് കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിച്ചാലുള്ള ശിക്ഷ എന്ന് എന്ത് ചെയ്യുക? എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോയിന്റിലോട്ട് നിങ്ങൾ എത്തിയില്ലാന്ന് തോന്നുന്നു, പറഞ്ഞു തരാം. അതായത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ അല്ലെ 27A-യിലും 27B-യിലും പഠിച്ചത് എന്താണ്? കുറ്റകൃത്യം ചെയ്താലുള്ള ശിക്ഷയെ പറ്റി. അതിൽ 27A-യിൽ എന്താണ് പഠിച്ചത്? ഗസറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള മയക്കുമരുന്നുകൾ, അതായത് നമ്മൾ പഠിച്ചു മോർഫിൻ പഠിച്ചു, ഡൈഅസറ്റൈൽ മോർഫിൻ പഠിച്ചു, കൊക്കൈൻ പഠിച്ചു. ഈ സാധനങ്ങൾ എക്സെട്ര ബാക്കി അങ്ങോട്ട് ഇഷ്ടംപോലെ ഉണ്ട്. അതെല്ലാം കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്? 1 വർഷത്തോളം ആകാവുന്ന കാലത്തിലേക്കുള്ള കഠിന തടവും കിട്ടും. കൂടാതെ 20,000 രൂപ പിഴ ശിക്ഷയും നമുക്ക് അതിനകത്ത് കിട്ടും. പക്ഷേ നമ്മൾ 27B-യിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? 27B-യിലേക്ക് വരുമ്പം ആ ഒരു ഗസറ്റിൽ പറഞ്ഞിട്ടില്ലാത്ത മരുന്നുകൾ, അതായത് കഞ്ചാവ്, ഉദാഹരണം കഞ്ചാവ് എന്താണ്? കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ എത്രയായിരിക്കും വരുന്നത്? 6 മാസത്തോളം ആകാവുന്ന കാലത്തിലേക്കുള്ള തടവ് ശിക്ഷയും കൂടാതെ 10,000 രൂപ പിഴ ശിക്ഷയും വരും. അതായത് രണ്ടിൻ്റെ ഒരു പകുതിയാവും. 1 വർഷം എന്നുള്ള 6 മാസവും, 20,000 എന്നുള്ള 10,000. അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി ഇവിടെ 28ാമത്തെ വകുപ്പ് നോക്കുമ്പോൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലുള്ള ശിക്ഷയെ പറ്റിയാണ് പറയുന്നത്. ഏത് കുറ്റം ചെയ്യുവാനാണോ ശ്രമിച്ചത് ആ കുറ്റം ചെയ്താൽ കിട്ടുന്ന അതേ ശിക്ഷ തന്നെ കിട്ടും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കഞ്ചാവ് ബീഡി വലിക്കാനായിട്ട് ചുണ്ടിൽ വെച്ചതേ ഉള്ളൂ, അയാൾ കത്തിച്ചിട്ടുമില്ല, വലിച്ചിട്ടുമില്ല. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ. ഇതൊരു എക്സൈസുകാർ കണ്ടുകൊണ്ടൊന്ന് പെട്ടെന്ന് അത് സീസ് ചെയ്യാണ്. അപ്പോൾ നോക്കുമ്പോൾ അയാൾ കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ എന്താണ് ഉപയോഗിച്ചാൽ കിട്ടുന്ന അതേ 6 മാസവും എത്ര എമൗണ്ട്? എത്ര? 10,000 രൂപയും പിഴ ശിക്ഷയായിട്ട് കിട്ടും. മനസ്സിലായില്ലേ? തടവ്, പിഴ. 6 മാസം തടവ്, ഇവിടെ പിഴ. ഓക്കെ, ഇനി കൊക്കൈൻ വെച്ചു, വലിച്ചില്ല, അത് വലിച്ച് മൂക്കിലോട്ട് കയറ്റില്ല, എന്നാലും 1 വർഷവും കിട്ടും. പിന്നെ എത്ര കിട്ടും? 20,000 രൂപയും കിട്ടും പിഴയായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. കുറ്റം ചെയ്യുന്നതിന് കാരണക്കാരനായാലും സാധനം കൊണ്ട് കൊടുത്താലും മതി. അതായത് ഒരാൾ വലിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, അപ്പോൾ ഡീലർ എന്ത് ചെയ്യുന്നു? സാധനം കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വലിച്ചവനും കിട്ടും, വലിപ്പിച്ചവനും കിട്ടും. ഞാൻ പറഞ്ഞത് മാറ്റർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് കഞ്ചാവ് ഉപയോഗിക്കാൻ പോയവനും കിട്ടും, പിന്നെ കൊണ്ടുകൊടുത്തവനും കിട്ടും. അതായത് വലിക്കാൻ പോയവനും വലിപ്പിക്കാൻ പോയവനും എല്ലാം കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് 28 എന്ന് പറയുമ്പോൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലുള്ള ശിക്ഷയെ പറ്റിയാണ് പറയുന്നത്. അതെങ്ങനെയുള്ള ശിക്ഷ? ആ ശിക്ഷ ഏത് കുറ്റകൃത്യമാണോ ചെയ്യാൻ പോകുന്നത്, ഏത് ഡ്രഗാണോ ഉപയോഗിക്കാൻ പോയത്, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കുറ്റമാണോ ചെയ്യാൻ പോയത്, ആ കുറ്റത്തിന് കിട്ടുന്ന അതേ ശിക്ഷ തന്നെ ശ്രമത്തിനും കിട്ടും. അത് മനസ്സിലാക്കുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ 31A, നിങ്ങൾക്ക് ഏവർക്കും അറിയാം. 31A എന്ന് പറഞ്ഞാൽ കുറ്റങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലുള്ള വധശിക്ഷ. കുറ്റങ്ങൾ വീണ്ടും ചെയ്യാൻ ശ്രമിച്ചാലുള്ള, കുറ്റങ്ങൾ വീണ്ടും ആവർത്തിച്ചാൽ കിട്ടുന്നത് വധശിക്ഷയാണ്. അതായത് ഈ പറഞ്ഞ നേരത്തെ തെറ്റുകൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ 27 പറഞ്ഞു. ഇനി 31A വരുമ്പോൾ എന്താണ്? അതുമായിട്ട് ബന്ധപ്പെട്ട വധശിക്ഷ. അതായത് ആ പറയുന്ന വ്യക്തി ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമൊക്കെ ബാധ്യതയാണ്, അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു നേരായ രീതിയിലും നേരായിട്ട് വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും? ആ വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാൻ പോലും ഈ നിയമത്തിന് പ്രാപ്തിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്രയും പവർഫുൾ ആയിട്ടൊരു നിയമമാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് ഓഫ് 1985 എന്ന് പറയുന്ന NDPS ഓഫ് 1985 എന്ന് പറയുന്ന ഈ നിയമം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഈ പറയുന്ന കുറ്റങ്ങൾ വീണ്ടും ചെയ്യാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യാം? വധശിക്ഷ നൽകാം. അതായത് പിന്നെ വേറെ ഇതൊന്നുമില്ല, വാണിംഗ് ഒന്നുമില്ല, വധശിക്ഷ തന്നെ വിധിക്കാൻ സാധിക്കും. അതായത്
19, 24, 27, 27A എന്നീ വകുപ്പുകൾ 19ഉം 24ഉം ഈ 19, 24 നമുക്ക് എന്താണ് നമ്മളെ പോപ്പി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതായത് പോപ്പി കൃഷിയിൽ കർഷകൻ തന്നെ അതിന് ഉടായിപ്പ് കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. പോപ്പി എന്ന് പറഞ്ഞാൽ ഓപ്പിയമാണ്, കറുപ്പ് എന്ന് പറയും. നമ്മളെ ചൈന ബ്രിട്ടൻ പണ്ട് ഓപ്പിയം വാറൊക്കെ നടന്നിട്ടുണ്ട്. 2 ഓപ്പിയം വാർ, നാങ്കിങ് ഉടമ്പടി, ഇതൊക്കെ നിങ്ങൾ വേൾഡ് ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, നമുക്കത് ഇതിനകത്തോട്ട് കൊണ്ടുവരണ്ട. അപ്പം എന്നീ കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട വ്യക്തിയെ വീണ്ടും അതേ കുറ്റത്തിന് തന്നെ പിടിച്ച വധശിക്ഷയ്ക്ക് വിധി. അതായത് 19, 24, 27, 27A തുടങ്ങിയ നിയമങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ ആ വകുപ്പുകൾ ലംഘിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളെ അതേ വകുപ്പിന് തന്നെ വീണ്ടും പിടിച്ചാൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കാൻ സാധിക്കും. ഓക്കെ, അതായത് ഏതൊക്കെ സാഹചര്യത്തിലാണ് അവരെ വധശിക്ഷയ്ക്ക് വിധിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്നതിൽ എങ്ങനെയൊക്കെയാണ് നോക്കാം. ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി കാശ് മുടക്കിയാൽ അല്ലെങ്കിൽ അതിന് ധനസഹായം ചെയ്താലും, ഓക്കെ, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഒരു കാർട്ടൺ കൊക്കൈൻ ഇവിടെ ഇറക്കാൻ കഴിയണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്ര കോടി രൂപയാവും. അപ്പോൾ അത്രയും കോടി രൂപ അയാൾ കൊടുക്കുകയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രോത്സാഹനമായിട്ട് ഇത്ര കോടി രൂപ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ആ സാധനം ഇങ്ങോട്ട് ഇറക്കുന്നു. ഇറക്കുമ്പോൾ എന്താണ്, അയാൾ ഒരു കുറ്റകൃത്യം അവിടെ ചെയ്തിരിക്കുന്നു. ആ കാശ് മുടക്കി എന്നതാണ് അയാൾ ചെയ്ത കുറ്റകൃത്യം. അപ്പോൾ എന്ത് ചെയ്യുന്നു, കാശ് മുടക്കി എന്നുള്ള പേരിൽ അയാൾ വീണ്ടും ഒരിക്കൽ വാണിങ്ങിന് ശേഷം വീണ്ടും അയാൾ ചെയ്ത് അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കാം. പിന്നെ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ, അതായത് ഒരു കണ്ടെയ്നർ നിറയെ കൊക്കൈൻ വരുന്നു എന്ന് വിചാരിക്കുക. ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഒരു കണ്ടെയ്നർ, അല്ലെങ്കിൽ 5, 6, 10 കണ്ടെയ്നർ വഴി കൊക്കൈൻ വരുന്നു എന്ന് വിചാരിക്കുക. ബൾക്ക് ക്വാണ്ടിറ്റിയല്ലേ, എത്രയോ കോടി രൂപയുടെ സാധനമാണ് വരുന്നത്, എത്രയോ കോടി. അപ്പോൾ അതെല്ലാം കൂടെ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ വരുന്ന സാധനം എന്താണ്, അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വധശിക്ഷയ്ക്ക് വിധിക്കാം. പിന്നെന്താണ്, സഹായം ചെയ്യുക. കൊടും കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഒരിക്കൽ ഈ പറയുന്ന 25ാമത്തെ വകുപ്പിൽ ഒരു കുറ്റം ചെയ്തു എന്ന് വിചാരിക്കും. 25ാമത്തെ വകുപ്പിൽ ഒരു കുറ്റം അയാൾ ചെയ്തു, ഓക്കെ ശരി, ആ 25ാമത്തെ വകുപ്പിലെ കുറ്റം ചെയ്തു, അയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു ഇറങ്ങി. പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നു, അതിനേക്കാളും എന്താണ് മയക്കുമരുന്ന് സ്രാവിനെ എന്ത് ചെയ്യുന്നു, അയാൾ ജാക്കറ്റ് പിടിച്ചിട്ട് അയാൾ ഈ പറയുന്ന പരിപാടി വീണ്ടും ചെയ്യുമ്പോൾ എന്താണ്, അവിടെ അയാളെ വീണ്ടും കുറ്റം ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവിടെ നമുക്ക് വധശിക്ഷയ്ക്ക് വിധിക്കാനായിട്ട് സാധിക്കും. എന്നിവ ചെയ്താലും എന്താണ്, വധശിക്ഷയ്ക്ക് അർഹന. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 31ാമത്തെ വകുപ്പ് നമ്മൾ പഠിച്ചു. നമ്മൾ 28ാമത്തെ വകുപ്പിൽ നമുക്ക് ഒന്ന് റിവിഷൻ നടത്താം, പക്ഷെ നമുക്ക് ഏറ്റവും അവസാനം ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യാം. പക്ഷെ നമുക്കിപ്പോൾ എന്താണ്, ഇപ്പോൾ ക്ലാസ് ആയിട്ട് തന്നെ പോട്ടെ, നമുക്കത് നോക്കാം. അടുത്ത്, സമാന്തരമായി മറ്റ് രാജ്യങ്ങൾ ഇതേ കുറ്റം ചെയ്ത് അവിടെ പിടിക്കപ്പെട്ട ഇന്ത്യക്കാർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ശിക്ഷ വിധിക്കും. ഓക്കെ, അതായത് ഈ സെയിം കുറ്റം തന്നെ മറ്റ് രാജ്യങ്ങൾ, നമ്മൾ ഓൾറെഡി സെക്ഷൻ 1 പഠിച്ചൊരു കാര്യമുണ്ട്. ഇന്ത്യക്കാരായ വിദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് എന്താണ്, ഇപ്പോൾ ദുബായിൽ പോയി ഒരാൾ താമസിക്കുകയാണ്, അയാൾക്ക് ഈ നിയമം ബാധകമാണ്. കാരണം എന്താണ്, അയാൾ അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല. ഒരാൾ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം എടുക്കാത്ത പക്ഷം അയാൾ എന്ത് തന്നെയാണ്, ഇന്ത്യൻ പൗരൻ തന്നെയാണ്. അയാൾക്ക് എന്ത് ബാധകമാണ്, ഈ പറഞ്ഞ നമ്മൾ NDPS ബാധകമാണ്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് ഓഫ് 1985 എന്താണ്, ബാധകമാണ്. അത് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ സമാന്തരമായിട്ട് മറ്റ് രാജ്യങ്ങൾ ഇതേ കുറ്റം ചെയ്ത ആൾക്കും എന്ത് തന്നെയുണ്ട്, അയാളെ പിടിക്കപ്പെട്ടാലും ഈ കുറ്റസ്ഥാപനം അയാളുടെ മേലെ വെച്ചു കൊടുക്കാനും പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, വധശിക്ഷയ്ക്ക് വിധിക്കാനും സാധിക്കും. അപ്പോൾ ആ കുറ്റം അയാൾ ആവർത്തിച്ചാൽ പോലും എന്താണ്, അയാൾക്ക് വധശിക്ഷ കിട്ടുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതോടകം മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, അതും കൂടെ ഒന്ന് ആലോചിക്കുക. അപ്പം നമ്മൾ 31A എന്ന് പറഞ്ഞ വകുപ്പിൽ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളൊന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ്. 31A എന്ന് പറയുമ്പോൾ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാലുള്ള വധശിക്ഷയെ പറ്റി പറയുന്നു. ഏതൊക്കെയാണ് എടുത്തു പറഞ്ഞ വകുപ്പുകൾ, 19, 24, 27, 27A. ഈ 4 വകുപ്പുകളിലും എന്താണ്, കുറ്റകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അയാൾ വീണ്ടും എന്ത് ചെയ്യുന്നു, അതേ കുറ്റം തന്നെ ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാം. ഏതൊക്കെയാണ് ആ സാഹചര്യങ്ങളായിട്ട് പറയുക. ഒന്ന്, പ്രസ്തുത മറ്റൊരു കുറ്റകൃത്യം ചെയ്യാനായിട്ട് കാശ് മുടക്കുക, അല്ലെങ്കിൽ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യുക, സാധനം സപ്ലൈ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹായം ചെയ്യുക, അല്ലേ, ഒരു ട്രാൻസ്പോർട്ടേഷൻ മീഡിയം ആയിരിക്കും, അല്ലെങ്കിൽ സ്വന്തം വീട് വിട്ടുകൊടുക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരു വീട് അയാളുടെ പൊസഷനുള്ള വേറെ ഏതെങ്കിലും വീട് ഈ പറഞ്ഞ NDPSുമായിട്ട് ശിക്ഷാർഹമായേക്കാവുന്ന സാധനങ്ങളെല്ലാം കൂടെ എടുത്തു വയ്ക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും പ്രശ്നമായിട്ട് മാറാം. എന്നിവ ചെയ്താൽ എന്ത് ചെയ്യാം, വധശിക്ഷയ്ക്ക് അർഹനാകും. അപ്പോൾ സമാന്തരമായി മറ്റ് രാജ്യങ്ങളിലും ഇതേ കുറ്റം ചെയ്ത് അവിടെ പിടിക്കപ്പെട്ട ശേഷം എന്താണ്, ഇന്ത്യയിൽ ഇത് പിടിക്കപ്പെടാനും വധശിക്ഷയ്ക്ക് വിധിക്കാനും സാധ്യതയുണ്ടെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അടുത്ത് 37A എന്ന് പറയുന്ന വകുപ്പ് നമ്മൾ പഠിക്കാനായിട്ട് പോകണം. 37 എന്താണ് 37? NDPS ആക്ടുമായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും എന്താണ്, നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, ജാമ്യം കിട്ടില്ല. ഏത് വകുപ്പ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചാലും എന്താണ്, അവിടെ സ്റ്റേഷൻ ജാമ്യം ഇല്ല, നോൺ ബെയിലബിൾ ഒഫൻസ് ആണെന്ന് മനസ്സിലാക്കുക. NDPS ആക്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കുറ്റങ്ങളും എന്താണ്, അത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ഇനി വേറൊരു കാര്യം ഞാൻ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ്
പിടിക്കുകയാണ്. കേസ് പിടിച്ചാൽ എന്താണ്, അത് കോടതി പോകണമെന്നുണ്ടെങ്കിൽ പോലീസ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സാധനം വേണം. പോലീസിന്റെ റിപ്പോർട്ട് വേണം. അതായത് ഈ പറഞ്ഞ വസ്തുക്കൾ ഇന്ന വ്യക്തിയുടെ സ്ഥലത്തുനിന്ന് പിടിച്ചു എന്നുള്ളത് ഒരു പോലീസ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, എക്സൈസ് ഇൻസ്പെക്ടറിന് ഈ സാധനം മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പോലീസുകാർക്ക് എന്താണ് അത്രയും പവർ ഉണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അടുത്ത്, പബ്ലിക് പ്രോസിക്യൂട്ടർ റിപ്പോർട്ട് കൊടുക്കണം. അത് അനുസരിച്ചിരിക്കും. അതായത് പബ്ലിക് പ്രോസിക്യൂട്ടർ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചിരിക്കും ഈ കേസിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, മെയിൻലി ഇപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ ആ ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കാം മെയിൻലി വരിക. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ആ ഒരു റിപ്പോർട്ട്, അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന് അത്രയും പ്രസക്തിയുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വായിച്ചു നോക്കുന്ന ഭയങ്കര പ്രസക്തിയുള്ള റിപ്പോർട്ടാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ആ റിപ്പോർട്ട് എന്ത് ചെയ്യുന്നു, കൃത്യമായ തെളിവ് അതിനകത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കേസ് തള്ളിപ്പോകും. വ്യക്തമായ റിപ്പോർട്ടോട് കൂടിയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന വ്യക്തി. പ്രോസിക്യൂട്ടർ ഉണ്ട്, പ്രോസിക്യൂട്ടറിക്സും ഉണ്ട്. പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ മെയിൽ ജെൻഡർ ആണ്, പ്രോസിക്യൂട്ടറിക്സ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ജെൻഡർ ആണ്. അതുകൊണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ കൃത്യമായ തെളിവില്ലെങ്കിൽ എന്ത് ചെയ്യും, കേസ് തള്ളിപ്പോകും. കേസിന് ബലമില്ല എന്ന് പറഞ്ഞിട്ട് കേസ് തള്ളിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമുക്കവിടെ എന്ത് മനസ്സിലാക്കാം, പബ്ലിക് പ്രോസിക്യൂട്ടർ കൊടുക്കുന്ന റിപ്പോർട്ടിന് അത്രമാത്രം വാല്യൂ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ വാല്യൂ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, കേസ് കോടതിയിൽ സ്ട്രോങ് ആവുന്നത് നമുക്ക് മനസ്സിലാവും. ശരി, അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ലാസ്റ്റ് വകുപ്പ്, അതായത് ഈ നിയമത്തിന്റെ, നമ്മൾ കണ്ടില്ലേ വളരെ ചെറിയ സമയം കൊണ്ട് നിയമം പഠിച്ചു തീർക്കുകയാണ്. അപ്പൊ 68F സീഷർ എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക എന്നാണ്. 68 എന്ന് പറഞ്ഞാൽ ഒരു വലിയ വകുപ്പാണ്. പക്ഷേ അതിൽ നമുക്ക് സിലബസിൽ തന്നിട്ടുള്ള 68F എന്ന് പറയുന്ന ഒരു വകുപ്പ് പഠിക്കാനാണ്. സീഷർ എന്നുള്ളതാണ്. എക്സ്ക്യൂസ് മീ. അപ്പൊ 68F സീഷർ എന്ന് പറയുന്ന ഒരു വകുപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരാൾ അനധികൃതമായി ലഹരി മരുന്ന് കച്ചവടം ചെയ്ത് സമ്പാദിച്ച സ്വത്തുക്കൾ എന്ത് ചെയ്യാം, കണ്ടുകെട്ടാനായിട്ട് സാധിക്കും. ഒരാൾ അനധികൃതമായിട്ട്, എങ്ങനെ, ലഹരി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലം വിട്ടുകൊടുത്തുണ്ടായ പൈസയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൊക്കൈൻ വിറ്റുണ്ടായ പൈസയോ കഞ്ചാവ് വിറ്റുണ്ടായ പൈസയോ, ആ പൈസയെല്ലാം എന്താണ്, അയാൾ അനധികൃതമായിട്ട് ആ പൈസ സൂക്ഷിച്ചു വെച്ചിരിക്കുക, അല്ലെങ്കിൽ എൻ്റെ പേര് കുറച്ച് സ്ഥലം വാങ്ങിച്ചു വെച്ചിരിക്കുക, വണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുക, മൃഗത്തിനെ വാങ്ങിച്ചു വെച്ചിരിക്കുക, എന്തോ ആയിക്കോട്ടെ, അയാൾ എന്തൊരു ആഭരണം ആയിക്കോട്ടെ, അയാൾ എന്തൊരു സാധനം വാങ്ങിച്ചു വെച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും, അത് വളരെ മോശമായ രീതിയിൽ NDPS ആക്ടിന് എതിരായിട്ടാണ് അയാൾ ആ സാധനം സംഭവം എല്ലാം പിന്നെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, അത് നമുക്ക് കണ്ടുകെട്ടാനായിട്ട് സാധിക്കും. ഗവൺമെന്റിന് അധികാരമുണ്ട്, കണ്ടുകെട്ടാനായിട്ട് ഗവൺമെന്റിന് അധികാരമുണ്ട്. അപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, എ എന്ന് പറയുന്ന വ്യക്തി അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കൾ ലഹരി വിറ്റിട്ടാണ് വാങ്ങിയതെന്ന് കണ്ടെത്തുന്നു. ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നു. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞു, സിമ്പിളായിട്ട് ഈ വകുപ്പ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ വകുപ്പുകളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം എന്ത് പഠിച്ചു, സെക്ഷൻ 1 പഠിച്ചു. എന്താണ് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻസ്മെന്റ്. അതായത് ഇതിന്റെ ചുരുക്കപ്പേര് വ്യാപ്തി, പ്രാരംഭം എന്നുള്ളതാണ് എൻ്റെ ശരിക്കുള്ള സംഭവം. ഇവിടെയാണ് ഇന്ത്യ രാജ്യം മുഴുവനുണ്ട്. പിന്നെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കപ്പലുകളിൽ ഇത് ബാധകമാണ്, വിമാനങ്ങളിൽ ബാധകമാണ്, ഇന്ത്യ രജിസ്റ്റർ ചെയ്ത വണ്ടികളിൽ ബാധകമാണ്. പിന്നെ ഇന്ത്യൻ പൗരന്മാർ മറ്റ് രാജ്യങ്ങളിൽ ജീവിക്കുകയാണെങ്കിൽ അവിടെയും ബാധകമാണ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു, 25ാമത്തെ വകുപ്പ് പഠിച്ചു. എന്താണ് 25ാമത്തെ വകുപ്പ്, കുറ്റകൃത്യം ചെയ്യാനായിട്ട് സ്ഥലവും മറ്റും വിട്ടുകൊടുത്താലുള്ള ശിക്ഷയെപ്പറ്റി. എങ്ങനെയാണത്, കുറ്റം ചെയ്താൽ കിട്ടുന്ന അതേ ശിക്ഷ തന്നെ എന്ത് ചെയ്യുന്നു, ആ വ്യക്തിക്ക് കിട്ടുന്നു. പിന്നെ നമ്മൾ എവിടെ പോയി, പിന്നെ നമ്മൾ 27ാമത്തെ വകുപ്പിൽ പോയി. 27ാമത്തെ വകുപ്പ് എന്താണ്, കുറ്റകൃത്യങ്ങൾ ചെയ്താലുള്ള ശിക്ഷയെപ്പറ്റി, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചാലുള്ള ശിക്ഷയെപ്പറ്റി. അത് 27A എന്ത് പറയുന്നു, കൊക്കൈന്, മോർഫിൻ, ഡയസെറ്റൈൽ മോർഫിൻ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, 1 വർഷത്തോളം ആകാവുന്ന കാലത്തിലുള്ള കഠിന തടവും പിന്നെ 20,000 രൂപ പിഴ ശിക്ഷയും നമുക്ക് കിട്ടും. പിന്നെ അതുപോലെയാണ് നമ്മൾ എന്ത് പഠിച്ചു, 27B എന്ത് പഠിച്ചു, ആ ഒരു ഗസറ്റിൽ പറഞ്ഞിട്ടില്ലാത്ത തരത്തിലുള്ളൊരു പിന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 6 മാസത്തോളം ആകാവുന്ന കാലത്തിലേക്കുള്ള തടവ് ശിക്ഷയും പോരാത്തതിന് 10,000 രൂപ പിഴ ശിക്ഷയും കിട്ടുമെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ 28 എന്താണ്, ശ്രമിച്ചാലുള്ള ശിക്ഷയെ പറ്റി നമ്മൾ എന്താണ് കൂടുതലായിട്ട് പറഞ്ഞത്, അവിടെ ഒരു വ്യക്തി കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ചെയ്ത അതേ ശിക്ഷ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യാൻ ശ്രമിച്ചാലും കിട്ടുമെന്ന് മനസ്സിലായി. 31A വധശിക്ഷയെ പറ്റി പഠിച്ചു, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ എന്താണ് 68F വന്നു. 68F നമ്മൾ എന്ത് പഠിച്ചു, 68F നമ്മൾ പിന്നെ നോക്കിയത് 37A നോക്കിയാൽ 37A എന്താണ് പറയുന്നത്, അതായത് ഈ പറയുന്ന ഈ ഒരു ഇതിന്റെ പേര്, ഈ ഒരു NDPS ആക്ടിൽ പിടിക്കുന്ന എല്ലാ കേസുകളും എന്താണ്, നോൺ ബെയിലബിൾ, ജാമ്യമില്ലാ കേസുകളാണ്. 68 നമ്മൾ സീഷർ പഠിച്ചു. ഇത്രയുമാണ് നമ്മൾ എന്ത് NDPS എന്ന് പറയുന്ന നിയമം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ നോക്കിയത്. ഓക്കെ, ഇതിൽ സിലബസ് മുഴുവനായിട്ടുള്ള എല്ലാ സാധനങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നോക്കിക്കോ. അപ്പൊ നമ്മൾ പരീക്ഷയൊക്കെ ഇങ്ങ് എത്തിയല്ലേ, ഒരുപാട് അടുത്തെത്തി. ഫോഴ്സ് ലെവലുള്ള എല്ലാ പരീക്ഷകളും എത്തി, ഡേറ്റുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ CPO, WCP, IRB പരീക്ഷകൾ ജൂലൈ മാസം എന്ന് പറയുന്നത് തന്നെ CPO പരീക്ഷകളുടെ ഒരു അയ്യരി കളി തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ CPO, WCP, IRB പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് ബാച്ച് വിത്ത് സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വളരെ മിതമായ ഒരു നിരക്കിൽ തന്നെ ഏകദേശം ഒരു 1499 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു കോഴ്സ് എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എക്സാം വരെ ഏകദേശം 10-80ഓളം ദിവസങ്ങൾ ഇനിയുമുണ്ട്. നിങ്ങൾക്ക് ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു റിവിഷൻ പോലെ ഈ ഒരു ക്രാഷിൽ നിങ്ങൾക്ക് പഠിച്ച് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത്
ഇപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ കോഡ് യൂണിഫോമിൻ്റെ ഒരു കുട്ടി ബാച്ച് വളരെ എക്സ്ക്ലൂസീവായിട്ട് സ്പെഷ്യൽ ടോപ്പിക്ക് മാറിയ നിയമങ്ങളായ BNS, BSA തുടങ്ങിയ നിയമങ്ങളൊക്കെ വളരെ സമഗ്രമായിട്ട് സംസാരിച്ച് പോകുന്ന കോഡ് യൂണിഫോമിൻ്റെ കുട്ടി ബാച്ചായിട്ടുള്ള നമ്മുടെ CPO, WCP, IRB സ്പെഷ്യൽ ടോപ്പിക്ക് ബാച്ച് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ട് ആ ബാച്ച് പോകുന്നുണ്ട്. കാരണം ഒരുപാട് പേര് ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസമാണ് ഞങ്ങൾ ബാച്ചുകളുമായിട്ട് വീണ്ടും വീണ്ടും മുന്നോട്ടേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നേരെ ബാച്ചിൻ്റെ ഭാഗമാകാം. ബാച്ചിൻ്റെ ഭാഗമായിക്കൊണ്ട് പഠനം നല്ല മൈലേജിൽ മുന്നോട്ട് പോകാം. CPO യൂണിഫോം അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളാണ് പിന്നെ നിരന്തരമായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്, സംസാരിക്കുന്നത്. അവരോടൊക്കെ സംസാരിക്കുന്നത് വളരെയധികം സന്തോഷം. നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ് കാണുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളും ബാച്ചിൻ്റെ ഭാഗമായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയുക. പിന്നെ മറ്റൊരു ചെറിയൊരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട്. അതായത് നമ്മുടെ മെയ് 17-ാം തീയതി നടക്കാനിരിക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് മാത്രമായിട്ട് എല്ലാവരും ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് നല്ല എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സിവിൽ എക്സൈസ് ഓഫീസർ, വിമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ അഫോർഡബിൾ, നിങ്ങൾക്ക് നോക്കി അറിയാം. വെറും 499 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്താണ് ഈ ബാച്ച് സ്വന്തമാക്കാൻ സാധിക്കും. പരീക്ഷയ്ക്ക് ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. അപ്പം നമുക്ക് സമഗ്രമായിട്ടുള്ള രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ പഠനത്തിന് വിധേയമാക്കുന്ന അല്ലെങ്കിൽ പഠനത്തിന് ഒരു ബൂസ്റ്റ് തരുന്ന രീതിയിൽ വെൻഡർ സപ്പോർട്ട് ഉൾപ്പെടെയുള്ള ഒരു ബാച്ചാണ് നമുക്ക് ഇപ്പോൾ ഈ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഞങ്ങളോടൊക്കെ വിളിച്ച് സംസാരിക്കാൻ സാധിക്കും. അതാണ് സൂപ്പർ നോട്ട്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ബാച്ചിൻ്റെ ഭാഗമാകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബാച്ചിൽ കാണാം. നിങ്ങൾക്ക് നല്ലൊരു പഠനകാലം നേരുന്നു. മറ്റ് സെഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ഞാൻ തൽക്കാലം നിങ്ങളൊന്ന് യാത്ര പറയുന്നു. ഓക്കെ, ബൈ.